നമസ്കാരം. ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവർകൾ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് നടന്ന ബ്രീഫിങ്ങിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇന്ത്യക്ക് മാതൃകയാകുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കും. അത് നമുക്ക് മുഖ്യമന്ത്രി പറയുന്നതിന് തന്നെ കൃത്യമായി മുഖവിലക്കെടുക്കാം. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ഡാമുകളിലെ ഡീസിൽട്ട് മാറ്റും. കഴിഞ്ഞ 10-20 വർഷക്കാലമായി കേരളത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഇതുവരെ അതിനൊരു സാങ്കേതികമായി ഇതുവരെ അത് ചെയ്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അൾട്രാ മോഡേൺ ആയിട്ടുള്ള മിഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് പോകണം. മാൻ പവർ കൊണ്ട്, കുടുംബശ്രീക്കാരെ കൊണ്ടും തൊഴിലുറപ്പുകാരെ കൊണ്ടും ഒക്കെ ഇത് ചെയ്യിച്ച് ഡാമിൽ ചെയ്ത് കളയാമെന്ന് കരുതരുത്. വളരെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള മെഷീൻ സിസ്റ്റം ഉണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് പോകണം. അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് നദികളിലെ മാലിന്യം വാരുകയും വെള്ളം ശുദ്ധീകരിച്ചൊക്കെ ഇടും എന്നുള്ളതാണ്. പക്ഷെ അതിൽ പറഞ്ഞു കേൾക്കുന്നിടത്തോളം 30 നദികളിലെ 1 ലക്ഷത്തോളം ടൺ വരുന്ന മാലിന്യങ്ങൾ മാറ്റിയിട്ടുണ്ട് 2008 ശേഷം എന്നൊരു വാർത്ത പുറത്തുണ്ട്. മാലിന്യങ്ങൾ മാറ്റുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. തടിക്കഷ്ണം മാലിന്യങ്ങളൊക്കെ പുഴയിൽ കിടക്കുകയാണെങ്കിൽ അത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റേണ്ടത് തന്നെയാണ്. മണലിനെ സംബന്ധിച്ച് എത്ര മണൽ വാരണം എന്നതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കി പോകുന്നത് നന്നായിരിക്കും. അതേസമയം നദികളുടെ കരഭാഗങ്ങളിൽ, നദീതടങ്ങളിലും നീർത്തടങ്ങളിലും ആവശ്യമായ മെഷേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്, പാരലലായി കൂടെ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇപ്പോൾ കാര്യങ്ങൾ ചുമതലപ്പെടുത്തുന്നു എന്നറിയുന്നു. PWD ഡിപ്പാർട്ട്മെൻറ്റിനെ ചുമതലപ്പെടുത്തുന്നു എന്നറിയുന്നു. അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടി ഇതിനകത്ത് ബന്ധിപ്പിക്കണം. പഞ്ചായത്ത് രാജ് വകുപ്പിനെയും കൂടി ബന്ധിപ്പിക്കണം. അപ്പോൾ കൃഷി, പഞ്ചായത്ത് രാജ്, പരിസ്ഥിതി, പിന്നെ നമ്മുടെ റവന്യൂ, പൊതുമരാമത്ത്, ഈ ഒരു 3-4 വകുപ്പിൻ്റെ ഒന്നിച്ചുള്ള ഏകോപനത്തിൽ വേണം താഴെ കാര്യങ്ങൾ നടക്കാൻ. ഒറ്റയ്ക്ക് പീസ് മീൽ പരിപാടികൾ ചെയ്യരുത്. കാരണം വെള്ളം ഒരാളിൻ്റെ അവകാശികൾ ഇറിഗേഷൻ ആണെങ്കിൽ, ലാൻഡിൻ്റെ അവകാശികൾ റവന്യൂ ആണെങ്കിൽ, മാലിന്യത്തിൻ്റെ അവകാശികൾ പിന്നെ LSGD ആണെങ്കിൽ, പാരിസ്ഥിതിക ഘടകങ്ങളുടെ അവകാശങ്ങൾ പരിസ്ഥിതി മന്ത്രിക്കാണെങ്കിൽ, വനം പോലുള്ള കാര്യങ്ങളുടെ അവകാശങ്ങൾ വനം മന്ത്രിക്കാണെങ്കിൽ, 4-5 മന്ത്രിമാരുള്ള ഒരു സബ് കമ്മിറ്റി, കൃഷി മന്ത്രി, കൃഷിയും വളരെ പ്രധാനമാണ്. 4-5 അല്ലെങ്കിൽ 4-6 ഉള്ള 5-6 ഉള്ള മൊത്തത്തിൽ 6 പേര് വരുന്നു ഞാനിപ്പോൾ കണക്കാക്കുമ്പോൾ. ഒന്ന് പിന്നെ റവന്യൂ മന്ത്രി, 2 പിന്നെ കൃഷി മന്ത്രി, അതുപോലെ പിന്നെ ജലസേന മന്ത്രി, PWD മന്ത്രി, പിന്നെ എൻവയോൺമെൻറ്റിൻ്റെ മന്ത്രി, ഇങ്ങനെ 5-6 മന്ത്രിമാർ വരുന്ന ഒരു സബ് കമ്മിറ്റി വളരെ കൃത്യമായി ഇതിനകത്ത് നടക്കണം. ആ സബ് കമ്മിറ്റിക്ക് കീഴിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി ഒരു 4-5 പേരടങ്ങുന്ന ഇതിൻ്റെ സെക്രട്ടറിമാരടങ്ങുന്ന, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും അടങ്ങുന്ന കമ്മിറ്റി വേണം. ആ കമ്മിറ്റിയിൽ എക്സ്പേർട്ടുകളെ കൂടി ഉൾപ്പെടുത്തണം. ഇത് അങ്ങനെ ഒരു വളരെ വലിയ ടീം, വളരെ വലിയൊരു മിഷൻ പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റൂ. മുഖ്യമന്ത്രി പറയുന്നത് കേട്ടാൽ വളരെ സുന്ദരവും ഈസിയാണെന്ന് തോന്നും. 44 നദികളും ശുദ്ധീകരിക്കണം, ആയിരക്കണക്കിന് തോടുകൾ ശുദ്ധീകരിക്കണം, 23,000-ഓളം വരുന്ന ചെറു തോടുകളുണ്ട്. ആ 23,000-ഓളം വരുന്ന ചെറു തോടുകൾ ശുദ്ധീകരിക്കണം, 900-ഓളം വരുന്ന ഉപതോടുകൾ ശുദ്ധീകരിക്കണം, 44 മെയിൻ നദി ശുദ്ധീകരിക്കണം. പണി ചെറുതല്ല. പാലും വെള്ളത്തിൽ കുടിച്ചാൽ പോലും തീരാത്ത പണിയാണ്. കാരണം പറയാൻ നമുക്ക് എളുപ്പമാണ്, ചെയ്തെടുക്കാൻ ഹിമാലയൻ ടാസ്ക്കാണ്. പ്രത്യേകിച്ച് നമുക്ക് അടുത്ത മഴയ്ക്ക് മുമ്പേ എടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഏത് നദിയിലെ ഏത് ഭാഗത്തുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം എന്നൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് കൃത്യമായി ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന, ഉരുൾപൊട്ടലുണ്ടാകുന്ന ആ ജില്ലകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അങ്ങനെ വളരെ ഫേസ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. പറയാൻ നല്ല സുഖമാണ്, കേട്ടാൽ വളരെ മനോഹരമാണ്, നമുക്കിത് ഇപ്പോൾ തന്നെ ചെയ്തെടുക്കാമെന്ന് തോന്നും. പക്ഷേ അത്ര എളുപ്പമല്ല. 1, മാലിന്യം ഡ്രഡ്ജ് ചെയ്യണം. 2, ഡ്രഡ്ജ് ചെയ്യുന്ന മാലിന്യങ്ങളെ സെപ്പറേറ്റ് ചെയ്യണം. 3, സെപ്പറേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങളിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ളതായിരിക്കും വരുന്നത്.
അത് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓടയിലെ മാലിന്യം വാരി കരയിൽ വയ്ക്കും, അടുത്ത മഴയത്ത് അത് ഓടയിലേക്ക് വീഴും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നദികളിൽ നിന്ന് വാരുന്ന ടൺ കണക്കിനായിരിക്കും കിടക്കുന്നത്. ഒരു റിസർവോയറിൽ കൈവച്ചാൽ ടൺ കണക്കിന് ലോറിയിലെ മാലിന്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സെഡിമെന്റ് ആയിരിക്കും അടിഞ്ഞു കിടക്കുന്നത്. അതത്രയും ആ വെള്ളത്തിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ഹിമാലയൻ ടാസ്ക് ആണ്. അത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. അപ്പോൾ ഓരോ ഡാമിനും അനുസരിച്ചുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തേണ്ടി വരും. കാരണം ഡാമുകൾ പലപ്പോഴും കുടിവെള്ളത്തിനും കറണ്ടിനും ഉപയോഗിക്കുന്ന ഡാമുകളാണ്. അത് അങ്ങനെ പൊല്യൂട്ട് ചെയ്ത് പോയാൽ പിന്നെ കുടിവെള്ളം ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു എൻവയോൺമെന്റൽ ഓഡിറ്റ് നടത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. വളരെ ഭംഗിയായി നടക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നദികളുടെയും തോടുകളിലെയും മാലിന്യം കുറേ മാറുന്നത് വെള്ളക്കെട്ട് കുറേ ഒഴിവാക്കും, വെള്ളപ്പൊക്കം ഒഴിവാക്കും. പക്ഷെ അത് പ്രളയത്തിനെയും ഉരുൾപൊട്ടലിൻ്റെയും കാര്യങ്ങൾ മാറണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം കുറയ്ക്കണമെങ്കിൽ ഇത് മാത്രം കൊണ്ട് നിൽക്കില്ല. വളരെ സമഗ്രമായ ഹ്രസ്വകാല, ദീർഘകാല, മധ്യകാല, അതായത് ഹ്രസ്വകാല, മധ്യകാല, ദീർഘകാല പരിപാടികൾ ആവശ്യമുണ്ട്. അതിനൊരു ടാസ്ക് ഫോഴ്സ് എടുക്കുകയും പ്ലാനിംഗ് ബോർഡിൻ്റെ കീഴിലോ, ആ പ്ലാനിംഗ് ബോർഡിൻ്റെ കീഴിൽ തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിലോ അതുമല്ല ചീഫ് സെക്രട്ടറിയുടെ കീഴിലോ കൃത്യമായൊരു ടാസ്ക് ഫോഴ്സ് എടുക്കുകയും ആ ടാസ്ക് ഫോഴ്സ് ഇത് സംബന്ധമായ വിശദമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുകയും അത് വളരെ ഗൗരവതരമായ ചർച്ചകൾക്ക് ശേഷം ഫൈനലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാൻ എളുപ്പമാണ്. നമ്മൾ റീബിൽഡ് കേരള പറഞ്ഞു, റൂം ഫോർ റിവർ പറഞ്ഞു, ഒരുപാട് പദാവലികൾ കേട്ട് സംഖ്യകൾ കേട്ട് തഴമ്പിച്ചൊരു ജനതയാണ്. വീണ്ടും സമഗ്രമായ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുമ്പോൾ മനോഹരമാണ്, ആ വാക്ക് കേൾക്കാൻ സുഖമാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല മാതൃകയാകുന്ന ഒരു സ്റ്റേറ്റായി മാകുമെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്, നമുക്ക് ആവേശം തരുന്നതാണ്. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ആവേശം തരും. പക്ഷെ അതെന്തും സംഭവിക്കുന്നത്, പിന്നെ ഈ ആവേശം, മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ ആവേശം താഴേക്ക് വന്ന് ജനങ്ങളിലെത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് കാണുന്നത്. എന്നാൽ ഉദ്ഘാടനങ്ങൾ നടക്കും, കൂടിയിരിപ്പുകൾ നടക്കും, സെമിനാറുകൾ നടക്കും, അതെല്ലാം നടക്കും. പക്ഷെ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ ഇത് വളരെ ബിഗ് സീറോ ആയി മാറുന്നതാണ് കാണുന്നത്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അതിനാവശ്യമായ വലിയ ഹോംവർക്ക് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഹോംവർക്ക് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. ആ ഹോംവർക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് നടക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി, സാങ്കേതിക സമിതിയും വളരെ കൃത്യമായി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അപ്പോഴും സമ്പൂർണ്ണമായി പ്രളയ ദുരന്തം മാറ്റണമെങ്കിൽ ഈ നദികളിലെയും പുഴകളിലെയും മണലെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ശുദ്ധീകരിച്ചത് കൊണ്ടോ മാത്രം തീരുന്നൊരു വിഷയമല്ല. അതിന് സമഗ്രമായ മറ്റ് ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടി വരും.